രാജമാണിക്യത്തിൽ മമ്മൂട്ടി പറയുന്നൊരു ഡയലോഗുണ്ട്, നിനക്ക് വരെ കാലിച്ചന്തേന്ന് എടുത്ത് വളർത്തിയവനാണ് ഇവനെ, നീ എന്നെ കൊല്ല ആളെ വിടും, ഇവനെനിക്ക് വേണ്ടി ചാവും, രണ്ട് കിടന്നാലും മാണിക്യത്തിന് ക്ഷീണമാണെന്ന്. അപ്പോൾ എമ്പുരാൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ദൈവപുത്രൻ വില്ലനാവുമോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ പൃഥ്വിരാജിനെ അല്ലെങ്കിൽ ഇവരുടെ കുട്ടിക്കാലം, അതായത് സയ്യിദ് മസൂദും സ്റ്റീഫൻ നെടുമ്പള്ളിയുടെയും കുട്ടിക്കാലം ചെറിയ രീതിയിൽ സിനിമയിൽ കാണിക്കുന്നുണ്ട് ട്രെയിലറിൽ. അപ്പോൾ അവരുടെ ഒരു ഫ്ലാഷ് ബാക്ക് സീനുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ട്രെയിലർ കാണുമ്പോൾ അതിനകത്ത് എഴുതി കാണിക്കുന്നുണ്ട് ബ്രദർഹുഡ് ബിട്രേയൽ. ഈ ബ്രദർഹുഡ് ബിട്രേയലായി മാറുമോ എന്നൊരു സംശയമുണ്ട്, ഇല്ലാതില്ല. ജിതിൻ രാംദാസിൻ്റെ വസ്ത്രങ്ങളിലെ ഒരു ഡീറ്റെയിലിംഗ് ട്രെയിലർ ശ്രദ്ധിക്കുമ്പോൾ അതൊരു ഗ്രേ ഷെയ്ഡാണ്. അത് ചിലപ്പോൾ ഒരു ഗ്രേ ക്യാരക്ടർ ആയതുകൊണ്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതൊന്നും ആയിരിക്കണമെന്നില്ല, ഇതൊക്കെ ചില അസംഷൻസ് മാത്രമാണ്. എന്നാൽ ആ ഡയലോഗ് തള്ളിക്കളയാൻ ഒക്കത്തില്ല. അപ്പോൾ യഥാർത്ഥ ബ്രദർഹുഡ് എന്ന് പറയുന്നത് പൃഥ്വിരാജിൻ്റെ സയ്യിദ് മസൂദും സ്റ്റീഫൻ നെടുമ്പള്ളി ഇബ്രാഹിം ഖുറേഷിയും തമ്മിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഇത് എമ്പുരാനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തുവരെ ഇവരുടെ ഒരു ഫ്ലാഷ് ബാക്ക്, അതായത് പ്രത്യേകിച്ച് സയ്യിദ് മസൂദിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് എമ്പുരാനിൽ ഉണ്ടാവും, അത് 100% ഉറപ്പാണ്. ഒരു ഹിന്ദി പോർഷനൊക്കെ കൂടുതലും സയ്യിദ് മസൂദിൻ്റെ കുട്ടിക്കാലവും അതല്ലെങ്കിൽ സയ്യിദ് മസൂദും സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെയാണ് റിലേഷൻ ആവുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ടാവുമെന്ന് കാണുന്നു. ട്രെയിലർ ഒരു 1.5 പൊളിയായി. അതായത് ഇന്ത്യൻ സിനിമയിൽ നല്ലൊരു എല്ലാവരും ഞെട്ടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മലയാള സിനിമ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് പുള്ളി സംവിധാനം ചെയ്തത് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇന്ത്യ ഒന്നാകെ ഇപ്പോൾ ഈ ട്രെയിലർ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. ഇനി സിനിമ കൂടി വരുമ്പോൾ ഇനി ഞെട്ടാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ഓർക്കുക, നാളെ രാവിലെ 9 മണിക്കാണ് ഇന്ത്യയിൽ ടിക്കറ്റ് ബുക്കിംഗ് ഓപ്പൺ ആവുന്നത്. നാളെ രാവിലെ 9 മണിക്ക്. അപ്പോൾ പൊളിക്കും, എമ്പുരാൻ പൊളിക്കട്ടെ.